ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് സാമ്പാർ പൊടി എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. പിന്നെ പലരും പല രീതിയിലാണ് സാമ്പാർ പൊടി തയ്യാറാക്കാറ്. അതുപോലെ തന്നെ പലരുടെയും ടേസ്റ്റ് പല വിധത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാമ്പാർ പൊടി തയ്യാറാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ സാമ്പാർ പൊടി തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി, അങ്ങനെ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ കടലപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. പിന്നെ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ തന്നെ വേണം നമുക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരി, ഏത് അരിയിലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കുരുമുളകാണ്. നമുക്ക് കുരുമുളക് 1 ടീസ്പൂൺ മാത്രം മതി. അതുപോലെ 1 ടീസ്പൂൺ തന്നെ നല്ല ജീരകം വേണം. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ഇട ചെയ്താൽ മതി. 1.5 ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് വറ്റൽമുളക് അല്ലെങ്കിൽ പിരിയമുളക് ഒരു 10-15 എടുക്കാം. പിന്നെ നമുക്ക് വേപ്പില വേണം, ഒരു പിടി വേപ്പില, ഒരു 3-4 തണ്ട് വേപ്പില എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കായപ്പൊടി വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ സാമ്പാർ പൊടി തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇത് മുഴുവനും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പലതിൻ്റെയും ഫ്രൈയിങ് ടൈം വ്യത്യാസമാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് തന്നെ ഫ്രൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മല്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് മല്ലി എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി എടുക്കാൻ നോക്കാം എപ്പോഴും. അതുപോലെ ഞാൻ ഈ സാമ്പാർ പൊടി ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് 200 ഗ്രാമാണ് കിട്ടിയത്. അപ്പോൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഉണ്ടാക്കിയാൽ മതി. കാരണം പലരുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പലതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ മെഷർമെൻറ്റ് കൂട്ടിയും കുറച്ചിരിക്കണം. കണ്ടേ, ഇപ്പോൾ നമ്മളുടെ മല്ലി ചെറുതായിട്ട് കളറൊക്കെ മാറി ഒരു റെഡ് കളർ 2 മിനിറ്റോളം എടുത്തു എനിക്ക്. നമുക്ക് ആ മല്ലി ആയി നോക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു വരും. കണ്ടില്ലേ, ഇതേപോലെ പൊടിഞ്ഞു വരണം, അതാണ് അതിൻ്റെ പാകം. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി എല്ലാം. അപ്പോൾ ഞാൻ മല്ലി മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തിട്ട്. സൈഡിൽ ഒരു പാത്രം, നനവില്ലാത്ത പാത്രം സൈഡിൽ വെക്കാം. ഇനി അതേ പാനിക്ക് തന്നെ ഞാൻ കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പലരുടെയും കുക്കിംഗ് ടൈം പലതായിരിക്കും. എനിക്ക് 1-2 മിനിറ്റാണ് ഒരു ഇതെല്ലാം എടുത്തിട്ടുള്ളത്. പലരുടെയും ഫ്ലെയിമിൻ്റെ അനുസരിച്ചിട്ട് ഇത് മാറും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കളർ മാറുന്നവരെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അതും ആ സെയിം പാത്രത്തേക്ക് തന്നെ മാറ്റി വയ്ക്കാം. എല്ലാം നനവില്ല നോക്കിക്കോളാം, അത് ശ്രദ്ധിച്ചോളാം. നമുക്ക് ആ സെയിം പാനിക്ക് തന്നെ തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ തുവരപ്പരിപ്പ് ആഡ് ചെയ്യുന്നത്. ചിലർ തുവരപ്പരിപ്പ് ഇതിൽ ആഡ് ചെയ്യാറില്ല, കാരണം സാമ്പാറിൽ ഇടുന്നത് തുവരപ്പരിപ്പല്ല, സാമ്പാർ പരിപ്പ് തന്നെയാണ് ഈ തുവരപ്പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്തത്. ഇനി അതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് കളർ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും വറുത്ത് മാറ്റിയിരിക്കുന്നുണ്ട്. അതേ പാനിക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പൊക്കെ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ഇതേപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കി, നമുക്ക് പലരുടെയും ടേസ്റ്റ് പല വിധത്തിലാണ്. അപ്പോൾ അതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പ് റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊന്നി റൈസാണ്. 1 ടേബിൾ സ്പൂൺ തന്നെ പൊന്നി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊന്നി റൈസ് തന്നെ വേണമെന്നില്ല, ഏത് ഏരിയയിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. മട്ട റൈസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പച്ചരി ഉണ്ടല്ലോ, അതായാലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാമ്പാറിന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ അത് നമുക്ക് നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റോളം, ഏകദേശം 2 മിനിറ്റ്. കറക്റ്റ് അല്ല, പലരുടെയും ടൈമിങ് പലതായിരിക്കുമല്ലോ, ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ അരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ആ പാത്രത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അതിലേക്ക് അടുത്തായിട്ട് വറ്റൽമുളകാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് പിരിയമുളക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. സാമ്പാർ പൊടിക്ക് കുറച്ച് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതുപോലെ എരി കുറച്ച് കുറയുന്നുണ്ടെങ്കിൽ പിരിയമുളക് തന്നെയാണ് നല്ലത്. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയിൽ അവർ മിക്കപ്പോഴും പിരിയമുളക് അല്ലെങ്കിൽ കാശ്മീരി മുളകാണ് ആഡ് ചെയ്യാറ്. അപ്പോൾ അത് നല്ല കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി.
അപ്പോൾ വേണ്ടി ഇതേപോലെ ഡാർക്ക് കളർ ആവുന്നവരെ മുളക് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഞാൻ ആ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഉലുവ 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ഈ ഉലുവയുടെയൊക്കെ മെഷർമെന്റ് ഞാൻ പറയുന്ന പോലെ പലരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറും. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഉലുവയൊക്കെ പെട്ടെന്നാവും, 1 മിനിറ്റിൽ താഴെ ടൈമൊക്കെ എടുക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയാണ്ട് ശ്രദ്ധിച്ചോട്ടെ എല്ലാം. അപ്പോൾ ഉലുവ റെഡിയായി പെട്ടെന്ന് തന്നെ. ഇനി ഞാൻ അതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നല്ല ജീരകം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നല്ല ജീരകം ശരിക്കും തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറിലാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. അപ്പം നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്ക്, നല്ല ജീരകം ഇട്ടിട്ട്. എന്നിട്ട് ഇഷ്ടമായാൽ മാത്രം ഇനി പിന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നല്ല ജീരകം ആഡ് ചെയ്യേണ്ടത് അത് ഓപ്ഷനിൽ മാത്രമാണ്. കേരള സ്റ്റൈല് സാമ്പാറിൽ നല്ല ജീരകം ഇല്ല. പിന്നെ നമുക്ക് അതിലേക്ക് വേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. വേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില. ഇവിടെ 4-5 തണ്ടോളം വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ വേപ്പില കൂടിയാലും കുഴപ്പമൊന്നുമില്ല, എത്രയും കൂടുതൽ അത്ര ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വേപ്പില ഒരു പിടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വേപ്പില ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാനിവിടെ കുരുമുളക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കുരുമുളക് ആ ചൂട്ടോടെ തന്നെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ആഡ് ചെയ്യാറില്ല, പക്ഷെ അത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും സാമ്പാറിൽ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. പിന്നെ എരിവൊക്കെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഇനി നമുക്കിതെല്ലാം നല്ലോണം ചൂടാറിന് ശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനത് മുഴുവൻ ഒരുമിച്ചാണ് പൊടിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മിക്സി അങ്ങനെ എല്ലാം പൊടിയുന്നില്ലെങ്കിൽ ട്രിപ്പായിട്ട് പൊടിച്ചെടുത്താലും മതി. നല്ല ഫൈനായിട്ട് പൊടിക്കണം. അതുപോലെ ചൂട് തീരെ ഇല്ലാതെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാനിതിലൊരു കാര്യം പറയാൻ വിട്ടത്, കായമുണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പൊടിയാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ മുഴുവനായിട്ടുള്ള കായാണെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചോളാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മുഴുവനായിട്ട് പൊടിച്ചിട്ട് വരാം. നല്ല ഫൈനായിട്ട് പൊടിക്കണം. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ ഐറ്റംസ് നല്ലോണം ഫ്രൈ ആയാൽ മാത്രമേ ഇതേപോലെ ഫൈനായിട്ട് പൊടിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ, ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ കാശ്മീരി മുളക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ കായപ്പൊടി ഞാൻ 1.5 ടീസ്പൂണാണ് കായപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പൊടിച്ചതിന് ശേഷം എന്തിൻ്റെങ്കിലും ഫ്ലേവർ കുറവ് തോന്നിയില്ലെങ്കിൽ സ്മെല്ലൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഉലുവപ്പൊടി ആണെങ്കിലും കായപ്പൊടി ആയാലും പൊടിയായിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെഷർമെന്റിൽ എനിക്ക് 200 ഗ്രാമാണ് ഇവിടെ സാമ്പാർ പൊടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.